നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ഉച്ചരിച്ചിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറി കുടുംബാവസ്ഥ മെച്ചപ്പെടും. ബന്ധുസഹായം, മംഗളകാര്യങ്ങൾ ഇവയ്ക്കും യോഗം കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തെ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ശത്രുതയ്ക്ക് ഇടയുണ്ടെങ്കിൽ കൂടി വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. സഹായികളാലും സുഹൃത്തുക്കളാലും അപകട സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം കാര്യങ്ങൾ പൊതുവെ മന്ദഗതിയിലാകുമെങ്കിൽ കൂടി ഈശ്വര സഹായത്താൽ വലിയ രീതിയിൽ ദോഷം ചെയ്യില്ല. ഉദ്യോഗരംഗത്തെ പ്രവർത്തനങ്ങളിൽ അശ്രദ്ധ പ്രകടിപ്പിക്കാൻ ഇടയുണ്ട്. കുടുംബപരമായി അനിഷ്ടപ്രദമാണ്. സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടാം. വിദ്യാർത്ഥികൾക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും ദോഷം ചെയ്യുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ മാറുവാനായി ശ്രീ വിഘ്നേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകീരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം കർമ്മരംഗത്തെ എതിർപ്പുകളെ തരണം ചെയ്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ധനപരമായി വളരെയധികം അഭിവൃദ്ധിപ്രദമാണ്. ബന്ധുജനങ്ങളുമായി അകൽച്ച അനുഭവപ്പെടും. പിതൃജനങ്ങൾക്കും സന്താനങ്ങൾക്കും ദോഷപ്രദം. അപരിചിതരിൽ നിന്ന് ചതുവ് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യം നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ പൊതുവെ സുഖപ്രദമായ അന്തരീക്ഷം വന്നു ചേരാം. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. സാമ്പത്തിക പുരോഗതിയും കാര്യജയവും പ്രതീക്ഷിക്കാമെങ്കിൽ കൂടി സങ്കടം ജനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായേക്കും. വാക്കുകളിലെ പിഴവ് മൂലം ശത്രുത സമ്പാദിക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗം മെച്ചപ്രദമാണെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അനാവശ്യ ചിലവുകൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കണം. കുടുംബപരമായി വലിയ രീതിയിൽ ദോഷങ്ങൾക്കിടയില്ല. കർമ്മരംഗത്തെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമാണ്. രോഗഭയം ഉണ്ടാകാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കൽ പാൽപായസ നിവേദ്യം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്യരാശി. ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്യരാശിക്കാർക്ക് ഈ വാരം വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. സമാധാനപരമായ കുടുംബാന്തരീക്ഷം ഉണ്ടാകും. ബന്ധുജനങ്ങളുമായുള്ള അകൽച്ചകൾ കുറവാകും. തൊഴിൽ രംഗത്തെ പ്രയാസങ്ങൾക്ക് ഇടയുണ്ടെങ്കിലും സാമ്പത്തികമായി വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. വിദ്യാർത്ഥികൾക്കും അധ്യാപക രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം
കർമ്മരംഗത്തെ ഗുണപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസമാർന്ന പ്രവർത്തനങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ കഴിയും. കുടുംബപരമായുള്ള വിഷമതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ശാരീരിക ക്ലേശവും അനുഭവമാകും. പിതൃജനാദികൾക്കും ദോഷപ്രദമായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ നിലനിന്ന തടസ്സങ്ങളെ മറികടന്ന് വിജയം കൈവരിക്കാൻ കഴിയും. സാമ്പത്തിക നേട്ടവും പൊതുജന സമ്മതിയും ഉണ്ടാകും. കുടുംബ ബന്ധത്തിന് വലിയ ദോഷങ്ങൾക്കിടയില്ലെങ്കിലും വാക്തർക്കങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാരംഗത്തുള്ളവർക്കും പോലീസ് സൈനിക രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത കൈവരും. ആപത് സന്ദർഭങ്ങളിൽ നിന്ന് ഈശ്വര സഹായത്താൽ രക്ഷ നേടാൻ കഴിയും. ധനപരമായി ബുദ്ധിമുട്ടുകൾക്ക് ഇടയുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യപരമായും വിഷമതകൾ അനുഭവമാകും. ധാർമ്മിക പ്രവർത്തനങ്ങളിലൂടെ ചരിക്കാൻ ശ്രമിക്കണം. അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ആയുസ്സുക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം സൗമ്യമായ പെരുമാറ്റം വഴി മറ്റുള്ളവരുടെ പ്രശംസ ഏറ്റുവാങ്ങുവാൻ കഴിയും. കർമ്മരംഗത്തെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അത് പ്രാവർത്തികമാവുകയും ചെയ്യും. സാമ്പത്തികം ഗുണപ്രദം തന്നെയാണ്. ബന്ധുജനങ്ങളുമായി രമ്യതയിൽ കഴിയുവാൻ പ്രത്യേകം ശ്രമിക്കണം. അപകട സാധ്യത കൂടുതലായി കാണുന്നതിനാൽ ഇരുചക്ര വാഹനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി സർപ്പപ്രീതികരമായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ കഠിനാധ്വാനം വഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും അനാവശ്യവും അപ്രതീക്ഷിതവുമായ ചിലവുകളാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കുടുംബജനങ്ങളുമായി കലഹത്തിനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ പോലും അകൽച്ചയോടുകൂടി പെരുമാറിയേക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ എള്ളുകിഴി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗത്ത് ഗുണപ്രദമായ മുന്നേറ്റം ഉണ്ടാകും. സാമ്പത്തികമായും വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് ഇടയില്ല. ഉത്തരവാദിത്വമേറിയ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയുമെങ്കിലും മറ്റുള്ളവരുടെ പഴിചാരലുകളും മനക്ലേശത്തിന് ഇടയാക്കും. ദമ്പതികൾ തമ്മിൽ വാക്തർക്കത്തിനും അകൽച്ചയ്ക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. തൃക്കേട്ട നക്ഷത്രം. ആകാശനിലമയിൽ കുന്തത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് തൃക്കേട്ട നക്ഷത്രമായി അറിയപ്പെടുന്നത്. തൃക്കേട്ട നക്ഷത്ര ജാതർ പൊതുവെ നല്ല ആരോഗ്യവാന്മാരും ചൈതന്യമുള്ള മുഖശ്രീ കൂടിയവരും ആയിരിക്കും. ശുദ്ധഗതിക്കാരായ ഇവർ ഹൃദയചാഞ്ചല്യം ഉള്ളവരായാണ് കാണപ്പെടുന്നത്. ഫലിതം പറയാനും പ്രത്യുത്തരം നൽകാനും വിരുത് കൂടുതലായുള്ള തൃക്കേട്ട നക്ഷത്ര ജാതർ അധ്വാനശീലരും കർമ്മനിരതരും ആയിരിക്കും. മനഃശക്തിയിൽ അതുല്യരും കഴിവിലും മികവിലും ഗംഭീരരും ആണെന്നാണ് ഇവരുടെ ഭാവമെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ വിഷമസന്ധികൾ വന്നാൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പൊതുവെ കഴിയാറില്ല. അതുപോലെ സംഭാഷണങ്ങളിലും ഉണ്ട് ഒരു പ്രത്യേകത. തങ്ങൾക്ക് ദോഷം വരുന്ന സംഗതികളാണെങ്കിൽ കൂടി ഉള്ള കാര്യം ആരോടെങ്കിലും തുറന്നു പറയാതെ ഇവർക്ക് ഉറക്കം വരില്ല.
ഒറ്റനോട്ടത്തിൽ അഹങ്കാരികളാണെന്ന് തോന്നുമെങ്കിലും അടുത്തിടപഴകുമ്പോൾ മനസ്സിലാകും ഇത് അവരുടെ പ്രകൃതമാണെന്ന്. സമ്പാദിക്കാൻ ഒരുങ്ങാതെ സുഖജീവിതം നയിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനുമാകും ഇവർ കൂടുതൽ ശ്രമിക്കുക. സുഹൃത്തുക്കൾ പൊതുവെ ഇവർക്ക് കുറവായിരിക്കും. അതിന് മുഖ്യ കാരണം ഇവരുടെ മുൻകോപമാണ്. നിർബന്ധശീലവും സ്വാതന്ത്ര്യേച്ഛയും ഇവരുടെ ജീവിത പുരോഗതിക്ക് മിക്കപ്പോഴും തടസ്സമായിരിക്കും. ആരെല്ലാം തന്നെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഇഷ്ടമനുസരിച്ചല്ലാതെ ഒന്നിനും ഇവർ വഴങ്ങിക്കൊടുക്കില്ല. അതിൽ നിന്നുമുണ്ടാകുന്ന എന്ത് പ്രശ്നവും ഇവരെ വിഷമിപ്പിക്കുകയുമില്ല. അഥവാ വിഷമം ഉണ്ടായാലും സന്തോഷത്തോടെ ഇവരത് സ്വീകരിക്കുകയും ചെയ്യും. എടുത്തുചാട്ടം മാറ്റി നിർത്തി സാവകാശം സ്വയം ആലോചിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ പോലെ ബുദ്ധിമാന്മാരും തന്ത്രശാലികളുമായി അധികമാരും ഉണ്ടാവില്ല. എന്നാൽ ചില ആദർശങ്ങളുടെ പേരിൽ പെട്ടെന്നുള്ള കോപത്താൽ സ്ഥലകാലബോധമില്ലാതെ ഇവർ സാഹസികമായി പെരുമാറാറുണ്ട്. ഇവരുടെ അഭിമാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഇവർ കൂടുതലും വികാരത്തിന് അടിമപ്പെടുന്നത്. എത്ര തന്നെ ഉപകാരം ചെയ്ത ബഹുമാന്യ വ്യക്തികളാണെങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർ അവരോട് കോപപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തേക്കും. പെട്ടെന്നുണ്ടാകുന്ന മനഃക്ഷോഭത്തെ നിയന്ത്രിക്കാനാണ് ഇവർ പ്രധാനമായും ശ്രമിക്കേണ്ടത്. ഒപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഇവർ ലഹരി ഉപയോഗിച്ചാൽ അത് പിന്നെ നിയന്ത്രണാതീതമില്ലാതെ വരാനും പല അനർത്ഥങ്ങൾക്ക് ഇടവരുത്താനും സംഗതിയാകും. എങ്കിലും ഇത്തരത്തിലെല്ലാമുള്ള കാര്യങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്താൻ കഴിവുള്ള ജീവിത പങ്കാളിയെയാകും ഇവർക്ക് അധിക പക്ഷവും ലഭിക്കുക. മനസ്സിന് ഇഷ്ടപ്പെട്ടതും ഭരണസാമർഥ്യമുള്ളതും സാധു സ്വഭാവികളുമായ പങ്കാളി ഇവരുടെ സ്വാതന്ത്ര്യ ജീവിതത്തിന് വളരെ സഹായകരമായിരിക്കും. ഭാര്യയുടെ ആരോഗ്യക്കുറവോ അടിക്കടിയുള്ള വേർപാടോ നിമിത്തം കുടുംബജീവിത സുഖത്തിന് അല്പം കുറവ് വരാമെങ്കിൽ കൂടി ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. ആരെയും വഞ്ചിക്കുവാനോ കുടുക്കിൽ അകപ്പെടുത്തുവാനോ ഇവർ അശേഷം ഇഷ്ടപ്പെടുന്നില്ല. എന്നു മാത്രമല്ല അത്തരക്കാരോട് വെറുപ്പും ഇവർക്കുണ്ടാകും. ഇവരുടെ പല്ലുകളുടെ കാര്യത്തിലും ചില പ്രത്യേകതകളുണ്ടാകും. അല്പം അകന്നതോ ഉന്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ നിറവ്യത്യാസമുള്ളതോ ആയ പല്ലുകളാവും ഇവരിൽ അധികം പേരുടെയും ഉണ്ടാവുക. ചിലർക്ക് ഇടംപല്ലുകളും ഉണ്ടായെന്ന് വന്നേക്കാം. കൂടെയുള്ള പനി, ജലദോഷം, വയറുവേദന, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇവയെല്ലാം ഇവരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കും. എങ്കിലും ആരോഗ്യകാര്യത്തിൽ തീരെ ശ്രദ്ധ ഇവർക്കുണ്ടാകില്ല. പഥ്യങ്ങൾ പാലിക്കുന്നതിലും ഇവർ അലസന്മാർ തന്നെയാണ്. ബന്ധുക്കളെ കൊണ്ട് പറയത്തക്ക പ്രയോജനങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറില്ല. എന്നു മാത്രമല്ല അവരുടെ വെറുപ്പും വിദ്വേഷവും പലപ്പോഴും അനുഭവിക്കേണ്ടതായും വന്നേക്കും. മാതൃഗുണവും സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായവും ഇവർക്ക് താരതമ്യേന കുറവായിരിക്കും. ചിലപ്പോൾ ഇവർ ശത്രുക്കളായും തീരാറുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം എന്തെന്നാൽ കുടുംബക്കാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും മനോഭാവവും ഇവർ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്വദേശത്തെയും സ്വകുടുംബത്തെയും വിട്ട് താമസിക്കേണ്ടതായും വന്നേക്കും. മിക്കവാറും സ്വന്തം പരിശ്രമം കൊണ്ടുള്ള ജീവിത പുരോഗതിയാണ് ഇവർക്ക് ഉണ്ടാകാറുള്ളത്. തൃക്കേട്ട നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങളിൽ മിക്കതും യോജിക്കും. അതിനു പുറമെ ചില ദുരനുഭവങ്ങൾ കൂടി ഉണ്ടായേക്കാം. ദാമ്പത്യപരമായും സന്താനപരമായും വിഷമസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായതിനാൽ വിവാഹത്തിന് മുൻപേ ജാതകത്തിലെ ദോഷവശങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം കൂടാതെയുള്ള അപവാദാരോപണങ്ങളാണ് ഇവരുടെ ജീവിതത്തെ അധികവും വിഷമിപ്പിക്കുക. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് കഴിവതും ഇടകൊടുക്കാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൃക്കേട്ട നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 8 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടതാകാലം നിറഞ്ഞിരിക്കുന്നതായ സമയമാണ്. 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പുരോഗതിയുള്ളതായിരിക്കുന്ന സമയം. ജീവിതത്തിൽ വിവാഹം, സൽസന്താന പ്രാപ്തി, സാമ്പത്തിക ഗുണം, തൊഴിൽപരമായുള്ള അഭിവൃദ്ധി, ഉയർന്ന സ്ഥാനമാനലബ്ധി തുടങ്ങിയ നല്ല കാര്യങ്ങളെല്ലാം തന്നെ ഈ ശുക്രൻ്റേതായിരിക്കുന്ന ദശാകാലത്തിൽ അനുഭവമാകും. 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ഈ സമയത്തിൽ ബന്ധുവിയോഗവും മനക്ലേശവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷം മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 58 വയസ്സിന് ശേഷം സമാധാനപൂർണമായ ജീവിതം കൈവരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. തൃക്കേട്ട നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ
പൂരാടം, തിരുവോണം, ചതയം എന്നീ നക്ഷത്രങ്ങളും മിഥുനം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം ചെയ്യുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് ശുക്രന്റെയും ചന്ദ്രന്റെയും രാഹുവിന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന കാലഘട്ടമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. തൃക്കേട്ട നക്ഷത്രവും ബുധനാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. രാശിയുടെ അധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ നിൽക്കുന്ന വ്യക്തികൾ സുബ്രഹ്മണ്യനെയും യുഗ്മരാശിയിൽ നിൽക്കുന്ന വ്യക്തികൾ ഭദ്രകാളിയെയും വേണം പ്രാർത്ഥിക്കേണ്ടത്. തൃക്കേട്ട നക്ഷത്രത്തിന്റെ നക്ഷത്രദേവനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. തൃക്കേട്ട നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം വെട്ടിയാണ്. കേഴമാനാണ് മൃഗം. കോഴി പക്ഷി. പുരുഷയോനി, അസുരഗണം, ഇന്ദ്രനാണ് താരദേവത. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5 ഭാഗ്യദിവസം ബുധനാഴ്ചയാണ്. ഭാഗ്യദിക്ക് വടക്കാണ്. ഭാഗ്യ നിറം പച്ചയും ചുവപ്പുമാണ്. തൃക്കേട്ട നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ രത്നം മരതകമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. ജ്യോതിഷവിദ്യയിലെ 3ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച പല്ലാവൂരിൽ നിന്നും ദിനേഷ് കുമാറാണ് നമ്മൾക്ക് എഴുത്തെഴുതിയിരിക്കുന്നത്. മകൻ്റെ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് ദിനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകന് ഇപ്പോൾ രാഹുദശാകാലമാണ്. ജാതകം വായിച്ച ജ്യോത്സ്യൻ പറഞ്ഞത് രാഹുദശ ഗുണം ചെയ്യും എന്നാണ്. പക്ഷേ ഞങ്ങൾ കുറച്ചു നാൾ മുമ്പ് ജാതകം പരിശോധിച്ചപ്പോൾ ഒരു ഗുരുനാഥൻ പറഞ്ഞു രാഹുദശ ദോഷകാലമാണെന്നും വിദ്യാഭ്യാസം മുടങ്ങുമെന്നും സൽസ്വഭാവത്തിന് മാറ്റം വരുമെന്നുമെല്ലാം പറഞ്ഞു. ഇതിലേതാണ് ശരി എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ശരിക്കും രാഹുദശ ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഈ രാഹുദശാകാലം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാകും വരുത്തുക എന്നെല്ലാം അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. വിശദമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ദിനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. മകൻ്റെ ജാതകപ്രകാരം ഇപ്പോൾ രാഹുദശാകാലമാണ് പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവേ രാഹുദശാകാലം ദോഷമായിട്ടാണ് ഫലവിഭാഗങ്ങളിലെല്ലാം പ്രധാനമായിട്ടും പ്രസ്താവിച്ചിരിക്കുന്നത്. കുര്യാദഹിഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതിം സുതാർത്തിമതിവിഭ്രമബന്ധുനാശം നീചാപമാനനമതിക്രമതോപവാദം സ്ഥാനച്യുതിം പദഹതിം കൃതകാര്യഹാനിം എന്നുള്ള വിധിപ്രകാരം ദോഷമായിരിക്കുന്ന ഫലങ്ങൾക്കാണ് ആധിക്യത കൂടുതലായിട്ട് രാഹുവിൻ്റെ ദശാകാലത്തിൽ പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഈ രാഹുവിൻ്റെ അഹിയുടെ ദശാകാലത്തിൽ പ്രധാനമായിട്ടും ക്ഷിതിപഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷിതിയുടെ അധിപൻ രാജാക്കന്മാരിൽ നിന്നുമുള്ളതായിരിക്കുന്ന കോപങ്ങൾ വന്നു ചേരാനും, ചോരഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരുടെ ഉപദ്രവം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഇവിടെ വിശ്വാസവഞ്ചനയ്ക്കുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ടായാലും മതി. ക്ഷിതിപ ചോര വിഷസംബന്ധമായിട്ടും അഗ്നി സംബന്ധമായിട്ടും ആയുധ സംബന്ധമായിട്ടും എല്ലാം തന്നെ ഭീതിയിൽ കണ്ട സമയം, പേടി തട്ടുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് രാഹുദശാകാലം പൊതുവെ പറയാം. ക്ഷിതിപ ചോര വിഷാഗ്നി ശസ്ത്രഭീതിം സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം. സുതാർത്തിഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യാസന്താനാദികൾക്കെല്ലാം ദോഷപ്രദമായിരിക്കുന്ന, ആർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമങ്ങൾ സംഭവിക്കേണ്ട സമയമാണ് എന്നും, മതിവിഭ്രമ ബന്ധുനാശം. മതിവിഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതി എന്നാൽ ബുദ്ധി എന്നുള്ളതാണ് അർത്ഥം. ബുദ്ധിക്ക് വിഭ്രമം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികപരമായിരിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാരമായിട്ട് പ്രധാനമായിട്ടും കണക്കിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മാനസികപരമായിരിക്കുന്ന വിഷമതകൾ വന്നു ചേരണമെന്നും, ബന്ധുനാശം എന്ന് സൂചിപ്പിക്കുമ്പോൾ ബന്ധുക്കൾക്ക്, ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അച്ഛനായ താങ്കൾക്കും അമ്മയ്ക്കും എല്ലാം തന്നെ ചെറിയ ചെറിയ അനിഷ്ടതകൾ, അദ്ദേഹത്തിനും അനിഷ്ടതകൾ സംഭവിക്കാനും, നീചാപമാനനം അതിക്രമതോപവാദം. നീചാപമാനം തന്നിൽ താഴെയുള്ള വ്യക്തികളിൽ നിന്നോ ഇല്ലെങ്കിൽ നികൃഷ്ടമായിരിക്കുന്ന ആളുകളിൽ നിന്നോ മോശമായിരിക്കുന്ന വ്യക്തികളിൽ നിന്നെല്ലാം തന്നെ അപമാനങ്ങൾ വന്നു ചേരാനുള്ളതായിരിക്കുന്ന സാധ്യതയും, ക്രമതോ അപവാദം അപവാദങ്ങൾ വർദ്ധിക്കാൻ ഉള്ളതായിരിക്കുന്ന സാധ്യതയും, സ്ഥാനച്യുതിയും സ്ഥാനത്തിന് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണോ ആ പൊസിഷന് വ്യത്യാസം പ്രധാനമായിട്ടും വരാനും ഉള്ളതായിരിക്കുന്ന കാര്യഹാനിഹി
കാര്യങ്ങൾക്ക് ഏതൊരു കാര്യം എടുത്താലും അതിൽ തടസ്സങ്ങളും ദോഷങ്ങളും വന്നു ചേരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പൊതുവെ പറയാം. അപ്പോൾ ഈ ഒരു ഫലം കണക്കിലെടുത്തായിരിക്കും ഇപ്പോൾ നോക്കിയ ആ ജ്യോത്സ്യൻ, ആ ഗുരുനാഥൻ പ്രധാനമായിട്ടും രാഹുദശാകാലം ദോഷമാണ് എന്നുള്ളത് പ്രധാനമായിട്ടും വിധിച്ചിട്ടുണ്ടാകുക. മാത്രമല്ല മറ്റൊരു ആചാരമുണ്ട്, മറ്റൊരു പ്രമാണമുണ്ട്. അസുരവരദശായാം ദുസ്വഭാവോദവാസ്യ ദതി ഗഹനഗതാർത്ഥി സൂനുനാരു വിനാശഃ എന്നുള്ള വിധിപ്രകാരം അസുരവരദശായാം അസുരനായിരിക്കുന്ന ഈ രാഹുവിൻ്റെതായിരിക്കുന്ന ദശാകാലത്തിൽ ദുസ്വഭാവോദവാസ്യ ദുസ്വഭാവം വരണം, സ്വഭാവത്തിന് ദോഷം സംഭവിക്കണം, മോശമായിരിക്കുന്ന സ്വഭാവം ആയി തീരണം എന്നെല്ലാം ഈ പ്രമാണപ്രകാരം പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം കണക്കിലെടുത്താണ് പ്രധാനമായിട്ടും രാഹുദശ ദോഷം ചെയ്യും എന്നുള്ളത് പ്രധാനമായിട്ടും വിധിച്ചത് എന്ന് തോന്നുന്നു. പക്ഷേ താങ്കളുടെ മകൻ്റെ ജാതകപ്രകാരം മീനം രാശിയിൽ നിൽക്കുന്ന രാഹു ആയിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. മീനം രാശിയിൽ നിൽക്കുന്ന രാഹുവിനെ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അധികമായിട്ട് അങ്ങോട്ട് പറയാൻ പോരാ എന്നുള്ളതാണ് പറയുക. കാരണം കന്യാസമീനാളെ ഗതസ്യ രാഹുർ ദശാവിപാകി മഹിതഞ്ച സൗഖ്യം ദേശാധിപത്യം ധനവാഹനാപ്തിം ദശാവസാനി സകലം വിനാശം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കന്യരാശിയിലോ മീനം രാശിയിലോ വൃശ്ചികം രാശിയിലോ നിൽക്കുന്നതായിരിക്കുന്ന രാഹുവിൻ്റെ ദശാകാലത്തിൽ മഹിതഞ്ച സൗഖ്യം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവിന് തുല്യമായിരിക്കുന്ന, രാജാവിനെ പോലെയുള്ളതായിരിക്കുന്ന സൗഖ്യം, സുഖാവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം നല്ല സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്, അതെല്ലാം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് രാഹുദശാകാലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ദേശാധിപത്യം, ദേശങ്ങളുടെ ആധിപത്യം വരിക എന്നുള്ളതാണ് സൂചന. ധനവാഹനാപ്തിയും, ധനവും വാഹനവും സിദ്ധിക്കാനും ഉള്ളതായിരിക്കുന്ന യോഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ദശാവസാനേ സകലം വിനാശം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ദശയുടെ അവസാനത്തിൽ സകലം വിനാശഃ, എല്ലാം ദോഷമായി പരിണമിക്കണം എന്നുള്ളൊരു യോഗം കൂടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ രാഹുദശാകാലം ആദ്യകാലവും മധ്യകാലവും ഗുണം ചെയ്യുമെങ്കിൽ കൂടിയിട്ട് അവസാന സമയം ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം പ്രധാനമായിട്ടും ജാതകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ രാഹുദശയുടെ ലാസ്റ്റത്തെ അപഹാരമായ ചൊവ്വ രാഹുവിൽ നിന്ന് 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തിലായുള്ള സ്ഥിതിവിശേഷമാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചൊവ്വ കുറച്ചുകൂടി കൂടുതലായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ഇടവരുത്തും. അത് വിദ്യാഭ്യാസപരമായിരിക്കുന്ന പ്രയാസങ്ങൾ ആ സമയത്തിൽ ചൊവ്വയുടെ ആ ദശ അപഹാര സമയത്തിൽ വരുത്തിച്ചു തീർക്കും എന്നുള്ളതേ പറയുന്നുള്ളൂ. പിന്നെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും, ചൊവ്വയുടെ അപഹാരത്തിന് മുൻപുള്ള ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അപഹാരം കുറച്ചുകൂടി ദോഷം ചെയ്യും. കാരണം ദശേശ വൈരീതു നിജാപഹാരി മൃതിം വിദദ്യാൽ അശുഭോ വിശേഷാൽ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപഹാരവും ദോഷം ചെയ്യാനുള്ള സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോഴുള്ള ഈ സമയം രാഹുദശ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഗുണം തന്നെയാണ്. കാരണം ശുഭരാശി നിൽക്കുന്നതായിരിക്കുന്ന രാഹുവാണ്. അഭീഷ്ടകാര്യസിദ്ധയോ ഗൃഹേ സുഖസ്ഥിതിർഭവേൽ അജഞ്ചലാർത്ഥ സഞ്ജയാഹ ക്ഷിതോ പ്രസിദ്ധ കീർത്തയാഹ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഭീഷ്ടപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം, സർവാഭീഷ്ടങ്ങളും സാധിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യസിദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഗൃഹേ സുഖസ്ഥിതി അജഞ്ചലാർത്ഥ സഞ്ജയാഹ, ചലിക്കാത്ത സഞ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചഞ്ചലമില്ലാത്ത സഞ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളകാത്ത ധനത്തോടു കൂടിയിട്ടിരിക്കണം എന്നുള്ളതാണ് പറയുക. അപ്പോൾ എത്ര ചിലവാക്കിയാലും കുറയാത്ത ധനം വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അച്ഛനാണ് പ്രധാനമായിട്ടും, അച്ഛനും അമ്മയ്ക്കാണ് ഈ യോഗം പ്രധാനമായിട്ടും ബാധിക്കുക. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് ദിനേഷ് കുമാറിനായിരിക്കും ഈ യോഗം കൂടുതലായിട്ട് ഫലപ്രദമായിട്ട് വരിക. ഗൃഹേ സുഖസ്ഥിതി അജഞ്ചലാർത്ഥ സഞ്ജയാഹ ക്ഷിതൗ പ്രസിദ്ധ കീർത്തയാഹ, ക്ഷിതിയിങ്കിൽ വെച്ച്, ഭൂമിയിൽ വെച്ച് നല്ലൊരു കീർത്തി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിദ്യാഭ്യാസത്തിൽ നല്ല മതിപ്പ് വരണം എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണ യോഗം ജാതകപ്രകാരം പറയുന്നുണ്ട്. മാത്രമല്ല ഗജകേസരി യോഗം മുതലായുള്ള നല്ല അനവധി യോഗങ്ങൾ, മറ്റു യോഗങ്ങളെല്ലാം ഉള്ള സ്ഥിതിക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങളോ മറ്റൊന്നും പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നില്ല. ഇപ്പോഴുള്ള സമയം രാഹുദശയുടെ അവസാന കാലത്തിൽ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും വരാം. അപ്പോഴേക്കും ഏകദേശം ഡിഗ്രി കഴിഞ്ഞ് ഉള്ളതായിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്തിൽ വിദ്യാഭ്യാസപരമായിരിക്കുന്ന ചെറിയ ചില മുടക്കങ്ങളൊക്കെ ഉള്ളതായിരിക്കുന്ന സാധ്യത പറയുന്നുണ്ട്. അതല്ലാതെ രാഹുദശാകാലം മൊത്തം ദോഷം ചെയ്യും എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിരിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ
മകൻ്റെ ജാതകം വായിച്ച ജ്യോത്സ്യൻ, അതായത് എഴുതി വായിച്ച ജ്യോത്സ്യൻ പറഞ്ഞ് രാഹുദശ ഗുണം ചെയ്യും എന്ന് പറഞ്ഞ കാര്യത്തിനോടാണ് എനിക്കും യോജിപ്പ് പ്രധാനമായിട്ടും പറയുന്നത്. കാരണം രാഹുദശ പൊതുവെ ദോഷപ്രദമാണെങ്കിലും താങ്കളുടെ മകൻ്റെ ജാതകപ്രകാരമുള്ള രാഹു വളരെ നല്ല അഭീഷ്ട കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്ന ഗുണപ്രദനായിരിക്കുന്ന രാഹു ആയിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ദോഷമില്ല. സമ്പത്താരാധിപനായിരിക്കുന്ന ദശയാണ്, രണ്ടാമത്തെ ദശയാണ് രാഹുദശാകാലം വന്നിരിക്കുന്നത്. അതും ദോഷപ്രദമായിട്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നില്ല, ഗുണം തന്നെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യം ഒട്ടും തന്നെ ഇല്ല. മകൻ്റെ ജീവിതത്തിനെ എങ്ങനെയാകും ബാധിക്കുക എന്നുള്ളതാണ് ദിനേഷ് കുമാർ പ്രത്യേകമായി ചോദിച്ചിരിക്കുന്നത്. മകൻ്റെ ജാതകത്തിന് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ തന്നെയാകും ഈ രാഹുവിൻ്റെ ദശാകാലം ബാധിക്കുക. അതിനാൽ യാതൊരുവിധ ചിന്തയ്ക്കും വ്യസനത്തിനും അവിടെ അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലമറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. മൂലം നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സാരോപദേശം. അപൃഷ്ടോഭിഹിതം ബ്രൂയാത് യസ്യ നേച്ഛത് പരാഭവം. ഇങ്ങോട്ട് അഭിപ്രായം ആരാഞ്ഞില്ലെങ്കിലും തോൽക്കരുതെന്ന് നാം കരുതുന്ന വ്യക്തിയുടെ നന്മയ്ക്ക് ഉതകുന്ന കാര്യം പറയുക തന്നെ വേണം.